ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വ്ളോഗും കാര്യങ്ങളൊന്നും ഇന്നില്ല, വെറും സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ വിചാരിക്കേണ്ടാവും സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ഈ സഞ്ചയൊക്കെ തപ്പിപ്പെറുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്നാക്കിലേക്കും നെക്സ്റ്റ് ഒരു ഐറ്റമിലേക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിയില, കസൂരി മേത്തി, അതുപോലെ ബേക്കിംഗ് സോഡ, പിന്നെ അംചൂർ പൗഡർ, അതായത് ഡ്രൈ മാംഗോ പൗഡർ, പച്ചമാങ്ങാപ്പൊടി, അതുപോലെ ബട്ടർ, അങ്ങനെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ, ജീരകപ്പൊടി, അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമുള്ളതെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം, ചെറിയ കപ്പിൽ 2 കപ്പോളം കടല കുതിരാൻ വെച്ചിട്ട്, ഒരു 8 മണിക്കൂറോളം കുതിരാൻ വെച്ച കടല, നമ്മുടെ കാബൂലി ചന അല്ലെങ്കിൽ വെള്ളക്കടല എന്നൊക്കെ പറയില്ല, അത് നമ്മൾ കുതിരാൻ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര നാരങ്ങ, ഒരു സവോള, അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി, അതുപോലെ 10 പച്ചമുളക്, എരിയുള്ള പച്ചമുളക്, ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ആവശ്യമാണ്, ബേക്കിംഗ് പൗഡർ ആവശ്യമാണ്, നോട്ട് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്, കുറച്ച് ഉപ്പ്, അപ്പോൾ പിന്നെ ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം, 2 ഏത് വേണമെടുക്കാം, ഞാൻ ജീരകം എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്തായാലും നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ ജാറിലിട്ടിട്ട് 2 ബാച്ചായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ കുറേശ്ശെ ചേർത്ത് 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ബാച്ച് അരച്ചെടുക്കാൻ നോക്കി, അത് വമ്പൻ ഫ്ലോപ്പായി. അപ്പം നമ്മൾ എന്തായാലും ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുകയെന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, കുറച്ചൊരു ക്രഞ്ച്നെസ് അല്ലെങ്കിൽ ഒരു ക്രിസ്പിനെസ്സും കൂടെ നമുക്ക് ആവശ്യമാണ്. എന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന ആ സ്നാക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീഡിയോ കണ്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ. പക്ഷേ എന്നിരുന്നാൽ പോലും അത് ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല, കാരണം ഭയങ്കരമായിട്ട് ഞാനത് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക, കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട. അരച്ചെടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല, ക്രഷ് ചെയ്തെടുക്കുന്നൊന്നും തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ വീഡിയോ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവങ്ങൾ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മൾ ഇത്രയും സ്ലോ ആയിട്ട് വീഡിയോ കാണിക്കുമ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും സ്ലോ ആയിട്ട് വീഡിയോ കാണിക്കുന്നത്. ഫാസ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്കിപ്പാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ 2 ബാച്ചായിട്ട്, ഒരു ബാച്ച് അരച്ചു, അത് നമ്മൾ സൈഡിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തു. നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, എടുത്ത് പറയാൻ കാരണം, ക്രഷ് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം, പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് 2 ബാച്ചും ക്രഷ് ചെയ്ത് മാത്രമായിട്ട് എടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റ ബാച്ചായിട്ട് അരയ്ക്കാം വലിയ ജാറാണെങ്കിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 ബാച്ചായി അരച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ് എന്താ, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാച്ച് ഞാൻ അരച്ച സമയത്ത് നന്നായിട്ട് ഇച്ചിരി പേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ അരച്ച സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ടൈമിലേക്ക് ഞാൻ കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്റർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് മാത്രം എടുക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ തരികളാവാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് പൊടിഞ്ഞു പോകുന്നല്ലാണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ പരിപ്പ് വടയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. പരിപ്പ് വടയൊക്കെ വേറൊരു വേർഷൻ തന്നെ പറയാം നമുക്ക്, ഏകദേശം ടേസ്റ്റ് ബേസിസിൽ. പക്ഷേ അതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നു, വെളുത്തുള്ളി ചേർക്കില്ല. ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നു, ഇഞ്ചി ചേർക്കുന്നില്ല, പിന്നെ പുതിനയിലൊന്നും നമ്മൾ ചേർക്കത്തില്ല. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് പരിപ്പൊടി ഇത് തമ്മിലുള്ളത് കേട്ടോ. പക്ഷേ എന്തായാലും കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാനും ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു ത്വരയിലാണ് ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. വീട്ടിലൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ അജുവേട്ടനും ആദ്യക്കൊണ്ടൊക്കെ നല്ല അഭിപ്രായമായിട്ടുണ്ട്, അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട്, എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ ഉരുട്ടിയിടാം. അപ്പം ഞാൻ കുറച്ച് എണ്ണ വേസ്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കുഞ്ഞ് പാൻ എടുത്ത കാരണം ഉരുട്ടയായിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് മുങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പരത്തിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ടൈപ്പായിട്ട്, നമ്മൾ അല്ലെങ്കിൽ വടയുടെയൊക്കെ ടൈപ്പായിട്ട് നമ്മുടെ പരിപ്പ് വടയൊക്കെ പോലെ പരത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്കത് സോസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ പുതിന മല്ലിയില ചട്നിയുടെ കൂടെ കഴിക്കാം നമുക്ക്.
അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. 2 സൈഡും നല്ലോണം മീഡിയം ഫ്ലെയിമിലോ സിമ്മിലോ വെച്ച് നന്നായിട്ട് ഉള്ളു വേവുന്ന രീതിയിൽ എടുക്കണം. കാരണം നമ്മൾ കടല വേവിക്കാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വയറിനൊരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ നമ്മളൊന്ന് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി ഒന്ന് മുരിച്ചെടുത്താലും സംഭവം കിഡുവാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും. അപ്പോൾ എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ലെങ്കിലും ഞാൻ ട്രൈ ചെയ്തിടത്തോളം പെർഫെക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പാത്രം കാലിയ വഴി ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യം കാണുന്നവരാണെങ്കിലും അല്ലാത്ത സ്ഥിരം കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഒരു കുഞ്ഞ് ലൈക്ക് തരണം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്മൈലിയെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ആ പോരായ്മകൾ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.